ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ ഒരു ഫിഷ് കറിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഫിഷ് കറി ഉണ്ടാക്കാൻ നോക്കാം. നിങ്ങളെല്ലാവരും ഈ ഫിഷ് കറി വീട്ടിൽ ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ആദ്യം നമ്മളൊരു പാൻ എടുത്ത് വയ്ക്കുക. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. നമ്മൾ ചിരകിയ തേങ്ങ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ആ തേങ്ങ നന്നായിട്ടൊരു ബ്രൗൺ കളറായി വരുന്നവരെ അത് നമുക്ക് വഴറ്റിക്കൊണ്ടിരിക്കണം. തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗണൊക്കെ ആകുമ്പോൾ നമുക്ക് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്കിതിലേക്ക് ഒരു 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. അതിന് ശേഷം നമുക്കൊരു 2 സ്പൂൺ മുളക് പൊടി. എരിവ് വേണ്ടവർക്ക് നമുക്ക് മുളക് പൊടി കൂട്ടിയിടാം. അപ്പോൾ എനിക്ക് അത്ര എരിവ് വേണ്ടാത്തതുകൊണ്ട്, മീൻ കറിക്ക് അത്ര എരിവ് വേണ്ടാത്തതുകൊണ്ട് നമ്മളിവിടെ കുറച്ചിട്ടിരിക്കണം. എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ എരിവിടാം. ഞാനിവിടെ എത്ര സ്പൂണാണ് ഇടുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കി നിങ്ങൾക്ക് ഇടാം. എന്നിട്ട് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ വീഡിയോയിൽ കാണുന്ന മാതിരി എല്ലാം നന്നായി മിക്സായി വരുന്നവരെ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും തേങ്ങയും നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമുക്ക് ഈ മല്ലിപ്പൊടി ഈ തേങ്ങയുടെ ഈ സംഭവം ഒന്ന് ചൂടാറാൻ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പം നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. അതിനുശേഷം നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലേക്ക് ഇട്ട് നന്നായി വഴറ്റുക. തക്കാളി ഇപ്പം ഇടേണ്ട ആവശ്യമില്ല. തക്കാളി നമുക്ക് പിന്നീടാണ് ഇടേണ്ടത്. ഇപ്പം നമുക്ക് ഇടേണ്ടത് പച്ചമുളക്, ഉള്ളി, ഇഞ്ചിയൊക്കെയാണ്. അതിട്ട് നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. കറിവേപ്പില ഇപ്പം നമ്മൾ ഇടേണ്ട അതിലേക്ക്. ഈ ഉള്ളിയും എല്ലാം കൂടി നന്നായി വഴണ്ട് വരുന്നവരെ നമുക്ക് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവാൻ നമുക്ക് ആ ഇത്തിരി ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ ഒന്ന് വേഗം ലൈറ്റ് ബ്രൗൺ ആവും. പിന്നീട് നമുക്ക് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആയിട്ട് നന്നായിട്ട് അതും വഴറ്റി കൊടുക്കണം. ആ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ നന്നായി വഴറ്റി കൊടുക്കാം. ആ തക്കാളിയൊക്കെ ഒന്ന് ഉടയണം. അതിന് ശേഷം നമുക്കിവിടെ ആവശ്യമുള്ള പുളിയുടെ വെള്ളമാണ്. കുടംപുളി ഉള്ളവർക്ക് കുടംപുളി ഇടാം. ഇപ്പോൾ ഇവിടെ കുടംപുളി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സാധാ പുളി പിഴിഞ്ഞ വെള്ളമാണ് ഒഴിക്കുന്നത്. വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന പറ്റി തക്കാളി, ഉള്ളി എല്ലാം നന്നായി വഴണ്ടി വരുന്നുണ്ട്. ഈ പരുവാകുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം. ഉപ്പ് കുറവായ കൊണ്ട് ഉപ്പ് കുറച്ചും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഉപ്പിടുന്ന വീഡിയോ സീക്വൻസിൽ ഇട്ടിട്ടില്ല. എന്നിട്ട് എല്ലാം കൂടി നന്നായി വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന മീൻ മത്തിയാണ്. നമുക്ക് ഏത് മീൻ വേണമെന്ന് വെച്ചിട്ട് നമുക്ക് ഈ മീൻ കറി ഉണ്ടാക്കാം. അടുത്ത് നമ്മൾ ആഡ് ചെയ്യണ നേരത്തെ നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളമാണ്. പുളിവെള്ളം അല്ലെങ്കിൽ കുടംപുള്ളി ഉണ്ടെങ്കിൽ അത് മതി. ഇവിടെ കുടംപുള്ളി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുളിവെള്ളമാണ് ആഡ് ചെയ്യണത്. കുറച്ച് ആഡ് ചെയ്യാം, പുളിയുടെ അളവനുസരിച്ചിട്ട്. ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നീട് ബാക്കിയുള്ള ആ പുളിവെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ട ഒരു ഗ്ലാസ് വെള്ളമാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളമൊക്കെ ആഡ് ചെയ്ത് നന്നായി ഇളക്കി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ചട്ടി നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ച സാധനമൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച മീൻ ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇളക്കിയിട്ട് അതൊന്ന് അടച്ചു വയ്ക്കാം. മീനൊക്കെ ഒന്ന് വേവാൻ വേണ്ടി നമുക്ക് വീണ്ടും ഇളക്കി അടച്ചു വയ്ക്കുക. മീനൊക്കെ നന്നായി വെന്ത ശേഷം നമ്മളവിടെ അരച്ച് വെച്ച ആ മിക്സ് ആണ് നമുക്ക് അടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ മീൻ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ
അരച്ച് വെച്ച മിക്സ് അതിലേക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് നന്നായി എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ തിക്ക് കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ആ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചൊന്ന് തിളച്ച് കൊണ്ട് നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് വേണ്ട ഒരു ചീഞ്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. അത് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ ആഡ് ചെയ്യാൻ. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി ആഡ് ചെയ്യാം. ഉള്ളി നമുക്ക് പിന്നീട് ആഡ് ചെയ്യേണ്ട കറിവേപ്പിലയാണ്. ഉള്ളിയും കറിവേപ്പിലയും നന്നായി ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളറാവണ വരെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കത് നമ്മുടെ തിളച്ച് വന്ന മീൻ കറിയിലേക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മീൻ കറി അവിടെ നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇതാണ് നമ്മുടെ മീൻ കറിയുടെ ഇപ്പോൾ ഒരു ലുക്ക്. ഇനി നമ്മൾക്കതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു. ബൈ.